ഇതാണ് ചിക്കൻ കൊറിയൻ റാമൻ ബൗൾ. ഇതിൻ്റെ പേരാണ് കുംഫാവോ. ഹായ് ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എവിടെയാണെന്നല്ലേ, അധികം ആരും കണ്ടിട്ടില്ലാത്ത കോഴിക്കോട്ടെ ഒരു പ്രധാന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഒരു ഏഷ്യയിലെ ഒരുവിധം എല്ലാ വിഭവങ്ങളും കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പം നമ്മൾ ഒരു ഹോട്ടലിലോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ SM സ്ട്രീറ്റിലോട്ടും പോകുന്നുണ്ട്. മോള് അടുത്ത ആഴ്ച ടൂറ് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കണം, അതുപോലെ തന്നെ അവൾക്ക് കൊറിയൻ ഫുഡ് കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹോട്ടൽ എവിടെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഒന്ന് ലൈക്ക് അടിച്ചോളൂ. പുതിയ കാഴ്ചകളിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ടൗണിലാണ്. മോൾക്ക് ഈ കൊറിയൻ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊറിയൻ രാജ്യത്തോടും കൊറിയൻ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിന്നൊരു കൊറിയൻ ഹോട്ടലിൽ പോവാണ് മോൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് ഒരു കൊറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കൊറിയൻ ഹോട്ടലിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവൾ അടുത്ത ആഴ്ച ടൂറ് പോവുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതിനുവേണ്ടി ഇറങ്ങിയതാണ്. വെൽക്കം ബാക്ക് റോയിസ് പ്രിയർ വീഡിയോ. കണ്ടു നോക്കാം പുതിയ കാഴ്ചകളും. സൺഡേ മാർക്കറ്റ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺഡേ മാർക്കറ്റിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് കാഴ്ചകൾ അവിടുത്തെ കണ്ടു നോക്കാം. അങ്ങനെ അമ്മയും മോളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. വീട്ടിലിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമ്മളിതാ കുന്തുരുക്കോ അത് പുകയ്ക്കാനുള്ള ആ ഒരു പാത്രമൊക്കെ വാങ്ങി 100 രൂപയ്ക്ക്. ഇത് വീട്ടിൽ ഭയങ്കര കൊതുക ഇടയ്ക്ക് ചില സമയങ്ങളിൽ, അപ്പോൾ കത്തിച്ച് വെക്കാനാണ്. അതിനുശേഷം നമ്മൾ കയറിയത് ഒരു വാച്ച് കടയിലാണ്. അതിനിടയ്ക്ക് അമ്മയും മോളും കൂടെ അവിടെ എന്തൊക്കെ വേറെ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലോക്കും പിന്നെ മോടെ വാച്ച് ബാറ്ററി തീർന്നു പറഞ്ഞപ്പോൾ ഒരു ബാറ്ററി ഇടാൻ കയറിയതാണ്. പിന്നെ ഇവിടുത്തെ ഒരു ക്ലോക്ക് വാങ്ങാൻ ഞങ്ങൾക്ക് പരിപാടി ഉണ്ട്, ഇന്ന് വാങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊറിയൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ അശോകപുരത്താണിത്. ഇതിപ്പോൾ നമ്മൾ YMCA റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അശോകപുരത്തേക്കുള്ള റോഡാണ്. ഇതിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഈ റോഡിൽ നിന്നും സരോവരത്തേക്ക് റോഡ് തിരിയുന്നുണ്ട്. അപ്പം അതിനെ അങ്ങോട്ട് ഈ വഴി നേരെ പോകുന്നത് സരോവരത്തേക്കാണ്. ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. നടക്കാവിന് അടുത്താണ്. നടക്കാവും സരോവരവും ഒക്കെ അടുത്താണ്. അശോകപുരത്താണ് ഈ ഹോട്ടലുള്ളത്. ശരിക്കും ഇതിൻ്റെ അഡ്രസ്സ് വരുന്നത് ജവഹർ നഗർ കോളനി റോഡ്, ഈസ്റ്റ് നടക്കാവ്. അവിടെയാണ് ഈ ഹോട്ടലുള്ളത്. ഹോട്ടലിൻ്റെ പേര് കാഡ്സു ഏഷ്യൻ റെസ്റ്റോറൻറ്റ്. കാഡ്സു പാൻ ഏഷ്യൻ റെസ്റ്റോറൻ്റ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടൊരു കൊറിയൻ ഹോട്ടലുണ്ട്. മോൾക്ക് ഈ കൊറിയൻ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ കൊറിയൻ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കണ്ടുനോക്കാം. ഏഷ്യയിലെ ഒരുവിധം എല്ലാ ഫുഡും ഇവിടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ മെനു. പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാവണില്ല. എന്തൊക്കെയോ തരം ഫുഡുകളാണ്. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. നല്ല കട്ടി റേറ്റുള്ള സാധനമാണ്. പക്ഷേ അടിപൊളി സംഭവമാണ്. ഒരിക്കലെങ്കിലും വരാം.
കട്ട വെയിറ്റിങ്ങിലാണ്. കുറച്ച് സമയമെടുക്കും ഫുഡൊക്കെ റെഡിയായി വരാൻ. അതുവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പം വരും എന്ന് വിചാരിക്കുമ്പം ഇതാ വന്നു ഫുഡ്. ഇതിൻ്റെ പേര് എന്താ, കുംപാവോ അങ്ങനെ എന്തോ ആണ്. എനിക്കിത് പറയാൻ പോലും കിട്ടുന്നില്ല. മോൾക്ക് ഇതൊക്കെ നല്ല വശമുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് സംഭവം. ചിക്കനും പിന്നെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ആണ്. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല, ചിക്കനൊക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഫുഡുകളോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോളും വൈഫാണ് ഇത് കഴിച്ചത്. ഞാൻ 1-2 ചിക്കൻ പീസുകൾ എടുത്ത് കഴിച്ചു. കൂടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല. ഇത് മാത്രമല്ല, അടുത്ത സംഭവം വരുന്നുണ്ട്. അതാണ് മെയിനായിട്ടും മോള് പറഞ്ഞ സംഭവം. ആ ഫുഡിൻ്റെ പേരും എന്തോ ഒരു രാമൻ ഫുഡോ എന്തോ ആണിതാ സംഭവം എത്തിയിട്ടുണ്ട്. ചിക്കൻ കൊറിയൻ റാമൻ ബൗൾ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിന് പറഞ്ഞത്. മോൾക്ക് ഇതിന് മുമ്പ് ഇവിടെ വന്ന് കഴിച്ചുകൊണ്ട് ഇത് നല്ല ഇഷ്ടമായി. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ചിക്കൻ ഉണ്ടെന്നറിയാം, പിന്നെ 2 മുട്ടയുണ്ട്, പിന്നെ അതിലെന്തൊക്കെയോ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വെറുതെ കണ്ടുകൊണ്ടിരുന്നു, മോള് കഴിച്ചുകൊണ്ടിരുന്നു. അതാണ് സംഭവം. പക്ഷേ സംഭവം അടിപൊളിയാണ്. നമ്മൾ കഴിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ. മോളി കഴിക്കുന്ന ചിക്കൻ കൊറിയൻ റാമൻ ബൗൾ, ഇതിൻ്റെ വില എന്ന് പറയുന്നത് 450 രൂപയാണ്. ഞങ്ങൾ ആദ്യം കഴിച്ച ആ ചിക്കന് 390 രൂപയാണ്. ഇതേ വെറൊരു ജ്യൂസല്ല, ഇത് തണ്ണിമത്തൻ മൊയ്ത്തോ എന്ന് പറയും. എന്താണാവോ, കുറേ ഐസൊക്കെ ഇട്ടിട്ടുണ്ടതിൽ. സംഭവം 150 രൂപയാണ്. അവസാനം ബില്ലും കൈ കിട്ടി, 1070 രൂപയായി. അങ്ങനെ SM സ്ട്രീറ്റിലൊന്ന് കറങ്ങി കൊറിയൻ ഫുഡ് കഴിച്ചു. നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടേ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ നമ്മുടെ കൊറിയൻ ഫുഡും SM സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? SM സ്ട്രീറ്റിലെ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നധികം ചെയ്യാത്തത്. മിഠായിത്തെരുവിലെ, അതുപോലെ തന്നെ കോഴിക്കോട് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകൾ ഏതാണെന്നും കോഴിക്കോട് വന്നാൽ എവിടെ താമസിക്കാമെന്നും അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും, ആ ബെല്ലൈക്കണൊന്ന് ഓൾ ചെയ്ത് വെക്കാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾക്കായിട്ടേ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. റോയി 3R വീഡിയോസ്.